സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇഞ്ചി ഗ്രോ ബാഗിൽ എങ്ങനെ നടാം എന്നതിനെ പറ്റിയാണ്. സ്ഥിരമായിട്ട് നമുക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇഞ്ചി. ദഹനത്തിനൊക്കെ അത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് വിഷമുള്ള ഇഞ്ചി വാങ്ങിക്കഴിക്കാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വർഷം മുഴുവനും ഇഞ്ചി വിളവെടുക്കുന്ന രൂപത്തിൽ ഇഞ്ചി ഗ്രോ ബാഗിലൊക്കെ നട്ട് കഴിഞ്ഞാൽ മുഴുവൻ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇഞ്ചി ഗ്രോ ബാഗിൽ നടുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതിലേക്ക് നടാൻ ആവശ്യമായ ഇഞ്ചിയുടെ വിത്താണ്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഇഞ്ചിയുടെ വിത്ത് എല്ലാം മുള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം മതി, നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരുപാട് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം മുള വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പോട്ടി മിശ്രിതമാണ്. അതായത് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത പൊട്ടി മിശ്രിതമാണിത്. പിന്നെ വേണ്ടത് ഉണങ്ങിയ കരിയിലകളാണ്. ഉണങ്ങിയ കരിയിലകൾ ഉണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്രോ ബാഗും കൂടി വേണം ഇഞ്ചി നടാനായിട്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ വലിയ ഗ്രോ ബാഗ് ഇല്ലെങ്കിൽ ചെറിയ ചെടിച്ചട്ടികളിലോ സിമൻറ്റിൻ്റെ ചാക്കിലോ ഒക്കെ നമുക്ക് ഈ ഇഞ്ചി നട്ട് പിടിപ്പിക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഗ്രോ ബാഗ് ആകുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ 24x24 സൈസിലുള്ള ഗ്രോ ബാഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇത് നല്ല പോലെ നിവർത്തി ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 1/4 ഭാഗത്തോളം ഇതിലോട്ട് ഉണങ്ങിയ കരിയിലകൾ നിറച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച പൊട്ടി മിശ്രിതമുണ്ടല്ലോ, അത് ഇതിലോട്ട് നിറച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്രോ ബാഗൊക്കെ എടുക്കുമ്പോൾ വെള്ളം വാർന്ന് പോകാനുള്ള ഹോളൊന്നും ഇല്ലെങ്കിൽ ഹോളിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് ഇഞ്ചി പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ അതാ ആദ്യം തന്നെ ഞാൻ ഒരു ലെയർ ഇതിലോട്ട് ഉണങ്ങിയ കരിയില ഇട്ട് കൊടുത്തു. പിന്നെ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടി കൂട്ടി മിക്സാക്കിയ പൊട്ടി മിക്സ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അര ഭാഗത്തോളം നിറച്ച് കൊടുത്താൽ മതി, ഇത്രയും മതി. അങ്ങനെ ഞാൻ ഓരോ ഗ്രോ ബാഗിലും ആദ്യം കരിയില പിന്നെ പൊട്ടി മിശ്രിതം ഇങ്ങനെയാണ് നിറച്ച് കൊടുത്തിട്ട്. അപ്പോൾ 5-6 ഗ്രോ ബാഗിലായിട്ട് ഞാനിവിടെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ വേണം വളങ്ങളൊക്കെ ഇട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഓരോ ഗ്രോ ബാഗിലും കരിയിലയും പോട്ടിൻ മിശ്രിതവും നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, ഒരു 5-6 ഗ്രോ ബാഗ് നിറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയുടെ വിത്ത് എങ്ങനെയാണ് നടുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇഞ്ചിക്ക് വെള്ളം കെട്ടി നിന്നാൽ ഇഞ്ചി ചീഞ്ഞു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം വാർന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇഞ്ചിക്ക് പ്രധാനമായിട്ടുണ്ടാകുന്ന രോഗം അഴികൽ രോഗമാണ്. അപ്പോൾ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇടണം. സ്യൂഡോമോണസിൽ ഇഞ്ചി കഷ്ണം മുക്കി വെക്കാൻ ഒരു 15 മിനിറ്റെങ്കിലും നമുക്ക് ഇഞ്ചി സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം നട്ട് കൊടുക്കുക. മുക്കി വെച്ച ഇഞ്ചി നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു വലിയ ഗ്രോ ബാഗ് ആയതുകൊണ്ട് തന്നെ 2 കഷ്ണം വെച്ചാണ് ഓരോ ഗ്രോ ബാഗിൽ നട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഈ മുള വന്ന ഇഞ്ചി ഉണ്ടല്ലോ, അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടാണ് ഓരോന്നും നട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു കഷ്ണം മാത്രം മതി, അതിൽ നിന്ന് നമുക്ക് ഒരുപാട് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇതിൻ്റെ മുമ്പും ഗ്രോ ബാഗിൽ ഇഞ്ചി നടുന്ന രീതിയും അതിൻ്റെ വിളവെടുപ്പും ഒക്കെ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇങ്ങനെ ഗ്രോ ബാഗിൽ ഇഞ്ചി നട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് പച്ചിലകളോ കരിയിലകളോ ഒക്കെ ഇട്ട് പുതയിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ഇഞ്ചിയുടെ കൃഷിയൊക്കെ ചെയ്യാറ്. നല്ല രീതിയിൽ തന്നെ പുതയിട്ട് കൊടുക്കണം. അപ്പോൾ മഴ ആയതുകൊണ്ട് നമ്മൾ അധികമൊന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തടത്തിലെ മണ്ണൊക്കെ നനയുന്ന രീതിയിൽ ചുവട്ടിലും ഒഴിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അഴികൽ രോഗത്തിനൊക്കെ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏകദേശം 2 ആഴ്ച ആകുമ്പോഴേക്കും ഇതെല്ലാം മുള വന്ന് തുടങ്ങുന്നതാണ്. 1 മാസമൊക്കെ ആകുമ്പോൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട ഇഞ്ചിയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. മഴക്കാലത്ത് ഇല മഞ്ഞളിപ്പ്, തണ്ടി ചീയൽ പോലെയുള്ള അവസ്ഥ കാണാറുണ്ട്. അതിനെല്ലാം നമുക്ക് സ്യൂഡോമോണസ് കൊടുക്കാം. അതുപോലെ വേപ്പണ വെളുത്തുള്ളി മിശ്രിതം 2 ആഴ്ച കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. വേറെ പ്രത്യേകിച്ചൊന്നും പരിചരണം ആവശ്യമില്ല. നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന ഒന്നാണ് ഇഞ്ചി.
അതുപോലെ ട്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഐകൾ രോഗങ്ങളൊന്നും ഇഞ്ചിക്ക് ഉണ്ടാവില്ല. എത്രത്തോളം കരിയിലകളൊക്കെ ഇടാൻ പറ്റും അത്രത്തോളം നല്ലതാണ്. നന്നായിട്ട് ഇഞ്ചി ഉണ്ടാവാനായിട്ടൊക്കെ കരിയിലകളൊക്കെ പൊടിഞ്ഞ് മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണാവുമ്പോൾ അതിൽ നിന്നും നമുക്ക് കൂടുതൽ വിളവെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ഇതുപോലെ ചെറിയ ചെറിയ ചട്ടികളിലൊക്കെ നമുക്ക് ഇഞ്ചിയുടെ വിത്തിട്ട് നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.